ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 13 വ്യാഴാഴ്ചയാണ്. US മാർക്കറ്റിലേക്ക് ഇന്നലെ ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ചും US CPI ഡാറ്റയ്ക്കും ശേഷം US മാർക്കറ്റുകൾ കുതിച്ചുയർന്നു. നാസ്ഡാക്കും S&P 500ഉം പുതിയ ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും പോസിറ്റീവിൽ തന്നെയാണ്. കൂടാതെ ഇന്നലെ ഇന്ത്യയിൽ നിന്നും CPI ഇൻഫ്ലേഷൻ പുറത്തു വന്നു. എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു ഡാറ്റ. ഒരു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലായിരുന്നു ഇന്നലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നത്. അടുത്തത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 5% ഡാറ്റ പുറത്തു വന്നത്. എസ്റ്റിമേറ്റുകൾക്ക് മുകളിലായിട്ടാണ് ഡാറ്റ വന്നത്. ഏതായാലും ഇന്നലത്തെ ഈ ഡാറ്റകൾക്കൊക്കെ ശേഷം ഇന്ന് ഓപ്പൺ ചെയ്യാനിരിക്കുന്ന നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് ഓപ്പൺ തന്നെയാണ് സാധ്യതയുള്ളത്. ഏകദേശം ഒരു 100 മുതൽ 110 പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിന് ഇപ്പോഴത്തെ ഈ നില വെച്ച് സാധ്യതയുണ്ട്. ഇനി നമ്മുടെ വീഡിയോസിന് ലൈക്ക് വളരെ കുറവാണ്, അതുകൊണ്ട് പരമാവധി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ ആദ്യം ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട വാർത്ത. ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് ജെഫ്രീസ് പറഞ്ഞതിലേക്കാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഇന്ത്യയിലെ ബിസിനസ് ഒരു കാലത്ത് ഇഴയുകയായിരുന്നു. ഇപ്പോൾ 2026 സാമ്പത്തിക വർഷത്തിലെ വിലയുടെ 50% ആയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ടാറ്റ മോട്ടോഴ്സിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ മോശം പ്രകടനമാണ് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു. യാത്രാ വാഹനങ്ങളിലെ വിപണി വിഹിതം വർദ്ധിപ്പിക്കാനും വാണിജ്യ വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും ടാറ്റ മോട്ടോഴ്സ് പദ്ധതിയിടുന്നു. കൂടാതെ പ്രൈസ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരിക്കുന്നത് 2026 സാമ്പത്തിക വർഷത്തോടെ ടാറ്റ മോട്ടോഴ്സിന് 1250 രൂപയായിട്ടാണ്. ഇന്നലെ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. 2024 മെയ് മാസത്തിൽ 4.75% കുറഞ്ഞു. ഏപ്രിലിൽ അത് 4.83%. കൺസ്യൂമർ പ്രൈസ് ഫുഡ് ഇൻഡെക്സ് ഏറെക്കുറെ മാറ്റമില്ലാതെ തുടരുന്നു. ഫ്യൂവൽ ആൻഡ് ലൈറ്റ് കാറ്റഗറിയിൽ ഒരു ചെറിയ ഇടിവും കാണുന്നുണ്ട്. ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഫ്ലേഷനും മാറ്റമില്ലാതെ തന്നെയാണ് തുടരുന്നത്. ആശങ്കയായി നിൽക്കുന്നത് വെജിറ്റബിൾ പ്രൈസുകൾ തന്നെയാണ്. ചെറിയ ഒരു ഇടിവ് മാത്രമാണ് വെജിറ്റബിൾ പ്രൈസിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും റീറ്റെയിൽ ഇൻഫ്ലേഷൻ 12 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയത് പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഏതായാലും ഇനിയുള്ള മാസങ്ങളിൽ നല്ല മഴ ലഭിക്കും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൈസസും വെജിറ്റബിൾ പ്രൈസസും ഒക്കെ കുറയാനുള്ള സാധ്യതയുള്ളത്. ഇൻഫ്ലേഷൻ കുറയും എന്ന പ്രത്യാശകൾ നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ ഇന്നലെ വന്നത് ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദന വളർച്ചയുടെ ഡാറ്റയായിരുന്നു. മാർച്ചിലെ 5.4% നിന്ന് ഏപ്രിൽ 5% കുറഞ്ഞു. ജൂൺ 12 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളാണിത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം വേൾപൂൾ ഇന്ത്യ. HUL ബ്രാൻഡായ സർഫെക്സലുമായി വിപണി സഖ്യത്തിനായി വേൾപൂൾ ഇന്ത്യ ഹിന്ദുസ്ഥാൻ യൂണിലിവറുമായി കൈകോർക്കുന്നു. മറ്റൊരു കമ്പനി 361 വാം ലിമിറ്റഡ് ആണ്. വെൽത്ത് മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ET മണി ഏറ്റെടുക്കുന്നതിന് കമ്പനി ഒരു നിശ്ചിത കരാറിൽ ഏർപ്പെട്ടു എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി പേടിഎം ആണ്. IRDA അതിന്റെ അസോസിയേറ്റ് കമ്പനിയായ ജനറൽ ഇൻഷുറൻസ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ പിൻവലിക്കുന്നത് സ്വീകരിച്ചു. ഇൻഷുറൻസ് നിർമ്മാണത്തെക്കാൾ ഇൻഷുറൻസ് വിതരണത്തിനാണ് പേടിഎം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്തത് BLS ഇന്റർനാഷണൽ സർവീസസ് ആണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ BLS ഇന്റർനാഷണൽ FZD ബെലോസി ലിയസൺ സർവീസസിന്റെ 99% ഇക്വിറ്റി ഷെയറുകൾ ഏറ്റെടുക്കും. അടുത്തത് നെസ്ലെ ഇന്ത്യയാണ്. സ്വിറ്റ്സർലാൻഡിലെ പാരന്റ് കമ്പനി നിലവിലെ 4.5% നിരക്കിൽ ജനറൽ ഇൻഷുറൻസ് ഫീ അടയ്ക്കുന്നത് തുടരാൻ കമ്പനി അനുമതി നൽകി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്ര, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമന്റ്സ്, സെയിൽ എന്നീ കമ്പനികളാണ്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ഇനി ആ സമയങ്ങളിൽ ഞങ്ങളുടെ ലൈവ് കാണാൻ സാധിക്കുന്നില്ല, അതുപോലെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പുകളിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ്, HCL ടെക്, HDFC ബാങ്ക് എന്നിവയുടെ സഹായത്തോടെ നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. പവർ ഗ്രിഡ്, ടെക് എം, ബജാജ് ഫിനാൻസ് എന്നിവയാണ് ടോപ്പ് ഗെയിനേഴ്സായി മാറിയത്. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് സെക്ടറുകൾ ഒരിക്കൽ കൂടി ഔട്ട് പെർഫോം ചെയ്തു. നിഫ്റ്റിയിലേക്ക് പുതിയ റെക്കോർഡ് ഹൈ ആയ 23,441 ഇന്നലെ ടച്ച് ചെയ്തു. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ബുള്ളിഷ് മൊമെന്റം കുറഞ്ഞു എന്ന് തന്നെയാണ്. ഏതായാലും ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇപ്പോഴും നിഫ്റ്റി പോസിറ്റീവ് തന്നെയാണ്. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. ഡൗൺ സൈഡിൽ 40 ഹവർ EMA ഉള്ള ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 23,130 ലെവലാണ് ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ. ഇനി അപ്സൈഡിലേക്ക് വന്നാൽ 23,400 മുതൽ 23,450 വരെയുള്ള ഓൾ ടൈം ഹൈ ഉള്ള ലെവൽ, അത് ആ ഒരു സോൺ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളിലായി നിഫ്റ്റി ഉള്ളത് 23,200 മുതൽ 23,450 വരെയുള്ള ലെവലിനുള്ളിലാണ്. രണ്ടിൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ഒരു ബ്രേക്ക്ഔട്ട് നിഫ്റ്റിക്ക് ലഭിക്കണം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം 24,000 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് ഉള്ളത്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 23,000 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് കാണുന്നത്, അതിനുശേഷം 22,800 സ്ട്രൈക്കിലും അതിനുശേഷം 23,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,200ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,400ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം തെരഞ്ഞെടുത്ത 3 സ്ട്രൈക്കുകളിലെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 23,300 സ്ട്രൈക്കിൽ 43% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 4% ഇടിവാണ് കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. 23,250 സ്ട്രൈക്കിൽ 25% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 22% ഇടിവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് കവറിംഗ്. 23,350 സ്ട്രൈക്കിൽ 129% വർധനവ് ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ, കോൾ സൈഡിൽ 39% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും നടക്കുന്നു. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,895 189 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,600 മുതൽ 49,500 വരെയുള്ള ലെവലാണ്. കൂടാതെ 49,530 50 ഹവർ EMA ഉള്ളത്. അതുകൂടി നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,000 ഒരു ക്രൂഷ്യലായ മാർക്കാണ്. 50,000 മുകളിൽ ക്ലോസ് ചെയ്ത് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ മൊമെന്റത്തോടെ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇന്ത്യ വിക്സിലേക്ക് ഒരിക്കൽ കൂടി ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 14.39 2.56% ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം HEC പ്രൊജക്റ്റ് ആണ്. ജൂൺ 11 103 എൻട്രി എടുത്തു. 117.6 വരെ അപ്പായി 12.4% നമുക്ക് പ്രോഫിറ്റായി ചുരുങ്ങിയ ദിവസം കൊണ്ട് ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ബെയർ ക്രോപ്പ് ആണ്. ഏപ്രിൽ 1 5,560 എൻട്രി എടുത്തു. 6,157 വരെയാണ് അപ്പായത്. 9.7% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ലിൻഡെ ഇന്ത്യയാണ്. മെയ് 30 8,954 നിന്നും 9,629 വരെ അപ്പായി 7% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഇൻട്രാഡേയിലെ താരമായിരുന്നു സരള പെർഫോമൻസ് ഫൈബേഴ്സ് ലിമിറ്റഡ്. എൻട്രി എടുക്കുന്നത് 97.95 എന്ന നിലയിൽ 102 വരെയാണ് അപ്പായത്. 4% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു. മെയ് 23 24 നമ്മൾ പറഞ്ഞിരുന്നു. 970 എൻട്രി എടുക്കുന്നത്. 1010 വരെ അപ്പായി 4% സ്റ്റോക്കിലും പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് HFCL ആയിരുന്നു. മെയ് 21 108.35 എൻട്രി എടുത്ത് 111.2 വരെ അപ്പായി 2.6% പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. അടുത്തത് ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റോക്കാണ്. പനാച്ചി ഡിജി ലൈഫ് ആയിരുന്നു. ജൂൺ 10 നമ്മൾ 93.5 എൻട്രി എടുത്തത്. ഇന്നലത്തെ ഹൈ 137.4 അതായത് 31% മുകളിൽ കേവലം 3 ദിവസം കൊണ്ട് മാത്രം നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് ട്രെൻഡാണ്. 5,015 ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആയി വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യാൻ കഴിയുന്നത് 5,400 ഒരു വീക്ക്ലി സ്വിംഗ് എന്ന നിലയ്ക്കാണ് നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാൻ കഴിയുക. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 10 മുതൽ 15% വരെ വെക്കാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ സ്റ്റോക്ക് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് കൃത്യമായി അതിൻ്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റി. FIS ഇന്നലെ 426 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIs ആവട്ടെ 233 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS തുടർച്ചയായ ബൈയിങ്ങിലേക്ക് വരുന്നു എന്നത് പോസിറ്റീവായി തന്നെ കാണാം. US മാർക്കറ്റിലേക്ക് S&P 500ഉം നാസ്ഡാക്കും തുടർച്ചയായ 3ാമത്തെ ദിവസവും റെക്കോർഡ് ഹൈ രേഖപ്പെടുത്തി. ഇന്നലെ പുറത്തു വന്ന പണപ്പെരുപ്പ് കണക്കുകൾ പ്രതീക്ഷിച്ചതിലും സോഫ്റ്റ് ആയതും ഫെഡറൽ റിസർവ് ഈ വർഷം ഒരു തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളുമാണ് മാർക്കറ്റ് ഉയരാൻ കാരണമായത്. ഇന്നലെ ഡൗ ജോൺസ് മാത്രമാണ് അവിടെ ഇടിഞ്ഞത്. 0.09%. നാസ്ഡാക്ക് 1.53% ഉയർന്നു. S&P 500 0.85% ഉയരുകയും ചെയ്തു. ഇന്നലെ US നടന്ന കീ ഇവന്റ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് ആയിരുന്നു. നിരക്കുകളിൽ മാറ്റമില്ല എന്ന് അറിയിക്കുകയുണ്ടായി. ഇൻഫ്ലേഷനിൽ കൃത്യമായ കുറവ് ഉണ്ടായാൽ മാത്രമേ റേറ്റ് കട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവൽ അറിയിച്ചു.
US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.39% നേട്ടത്തിൽ, വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.19% നേട്ടത്തിലും, HDFC ബാങ്ക് 2.14% നേട്ടത്തിലും ക്ലോസ് ചെയ്യുന്നു. മേക്ക് മൈ ട്രിപ്പ് 1% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.93% നേട്ടത്തിലും, ഡോക്ടർ റെഡ്ഡി 0.46% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് ഒരു ഇടിവിൽ തന്നെയാണ്, 0.06% ഇടിവിൽ. S&P 500 0.18% നേട്ടത്തിലും, നാസ്ഡാക്ക് വലിയ നേട്ടത്തിൽ തന്നെയാണ്, 0.62% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ വിപണിയിലേക്ക്. ഇന്നലത്തെ യൂറോപ്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.83% ഉയർന്നത്. വലിയ നേട്ടമുണ്ടാക്കിയത് ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് ആയിരുന്നു, 1.42% ഉയർന്നത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.97% ഉയർന്നു. സ്റ്റോക്ക് 600 1.15% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ടെക് സ്റ്റോക്കുകളാണ് വലിയ നേട്ടമുണ്ടാക്കിയത്, 2.4% ഉയർന്നു. ഇന്നലെ UK നിന്നും 2 ഡാറ്റകളാണ് വന്നത്. UK നിന്നുള്ള നിർമ്മാണ ഉൽപ്പാദനം തുടർച്ചയായ 3ാമത്തെ മാസവും കുറഞ്ഞു. പ്രതിമാസ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷനുമായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.19% ഇടിവിൽ, CAC 0.24% ഇടിവിലും, FTSE 0.20% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ. ഇന്നലത്തെ US മാർക്കറ്റിന്റെ പെർഫോമൻസിന് ശേഷം ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റുകൾ തന്നെ ആയിരിക്കും ഫോക്കസിൽ ഉണ്ടായിരിക്കുക. ഇപ്പോൾ സമയം 6:45 ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,466 എന്ന നിലയിലാണ്. അതായത് 95 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്ന് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യത തന്നെയുള്ളത്. ഏകദേശം 105 മുതൽ 115 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തത് ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.19% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 1.61% നേട്ടത്തിൽ. സിംഗപ്പൂർ മാർക്കറ്റ് 0.59% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു റിക്കവറി പാത്തിലാണ് ക്രൂഡ് ഓയിൽ ഉള്ളത്. വർഷാവസാനം വിതരണം കർശനമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഉയരുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $82.27 പെർ ബാരൽ എന്ന നിലയിലാണ്, 0.21% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $78.17 പെർ ബാരൽ എന്ന നിലയിൽ, 0.42% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ വാർത്തകൾ എടുക്കുന്നത്. എങ്കിൽ ഈ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. നന്ദി.